എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യത്തക്ക ഒരു വീഡിയോ ആണ് ഞാനിടുന്നത്. അതായത് എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ സാധാരണ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ iMovie എന്ന് പറഞ്ഞ ആപ്പിലൂടെയാണ് നമ്മൾ സാധാരണ എഡിറ്റ് ചെയ്യാറുള്ളത്. എന്നാൽ വളരെ ഫേമസ് ആയതും സാധാരണ പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ വരെ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു നമ്മുടെ അഡോബ് പ്രീമിയർ എന്ന് പറയുന്ന സംഭവം. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നമുക്ക് തികച്ചും ഫ്രീ ആയിട്ട് നമ്മുടെ ഐഫോണിനകത്ത് ഇത് ഒരു ലൈറ്റ് വേർഷനാണ്. പൂർണ്ണമായിട്ടുള്ള ഓപ്ഷനുകൾ കാര്യങ്ങൾ കുറവായിരിക്കും, എങ്കിലും അത്യാവശ്യം നമുക്ക് ഒരു വീഡിയോ ഒക്കെ നമ്മൾക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസിയായ രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് കളർ മാറ്റി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതെന്ന് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ഒരുപാട് സമയം കളയാതെ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. എന്തായാലും ഞാൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ഒരു അഡോബ് പ്രീമിയർ പ്രോ ഇത് ഓൾറെഡി എൻ്റെ മൊബൈലിലേക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അഡോബ് പ്രീമിയർ പ്രോയിൽ ഒന്ന് ടച്ച് ചെയ്യുന്നു. ഫസ്റ്റ് വരുന്ന സ്ക്രീന് ഈ ഒരു സ്ക്രീനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാതെ നമുക്കിപ്പം ഒരു വീഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം പഠിക്കാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം, ഏറ്റവും താഴെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്. ആ പ്ലസ് ചിഹ്നത്തിൽ നമ്മളൊന്ന് ടച്ച് ചെയ്യുമ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഗാലറിക്കുള്ള ഏതെങ്കിലും ഒരു 1-2 വീഡിയോ നമുക്ക് ആദ്യം ഇതിനകത്തൊന്ന് ആഡ് ചെയ്യാം. അതിപ്പം ആദ്യത്തെ 1, 2 ഈ ഒരു 2 വീഡിയോ, ഈ ഒരു ചേട്ടൻ പൊറോട്ട കഴിക്കുന്ന ഈ 2 വീഡിയോ ഒന്ന് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. നേരെ ഇത് നമ്മുടെ പേജിലേക്ക് വരും. കണ്ടോ, ഈ 2 വീഡിയോ ആണ് കിടക്കുന്നത്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെ ഈ ഒരു ചെറിയ വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. തൽക്കാലം നമുക്ക് ഈ 2 വീഡിയോ ഇട്ടേക്കുന്നതിനകത്ത് ആദ്യത്തെ ഒരു വീഡിയോ മതി, നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി. ഈ രണ്ടാമത്തെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി അതിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി ഔട്ട് സൈഡിൽ ഇങ്ങനെ ഒരു വൈറ്റ് സ്ക്രീൻ പോലെ വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഏറ്റവും താഴെ കാണിച്ചിട്ടുണ്ട് ഡിലീറ്റ്. അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമായിട്ടങ്ങ് ഡിലീറ്റ് ആവും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് എന്തെല്ലാം ഓപ്ഷനുകളാണ് ഇവിടെ താഴെ എന്നുള്ളത് വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഓരോന്നോരോന്ന് പറയാം. ആദ്യത്തെ സ്പ്ലിറ്റ്, അതായത് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാനുള്ളത്. അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത വീഡിയോയുടെ ഏതെങ്കിലും ഒരു പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കൊണ്ടുവരിക, വീണ്ടും ടച്ച്. ഈ ഒരു വൈറ്റ് ബോർഡർ കാണുമ്പോൾ ഓർക്കുക അത് സെലക്റ്റഡ് ആയിട്ടിരിക്കുകയാണെന്നാണ് അതിൻ്റെ ഒരു നമ്മളെ അറിയിക്കുന്നത്. അതിനുശേഷം നമുക്ക് സ്പ്ലിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് കൊടുക്കാം. ഇനി അത് വേണ്ട, ഈ ഒരു വീഡിയോ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതിനുശേഷം ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വീഡിയോ കൂടെ അപ്പുറത്ത് തന്നെ വീഴുന്നേ, ആ സെയിം വീഡിയോ തന്നെ ഒന്നുകൂടെ വീഴും. തൽക്കാലം നമുക്ക് അതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഒരെണ്ണം മതി. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഓപ്ഷനുണ്ട്. വോളിയം, ആഡിയോ ഫേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മളിടുന്ന ഒരു ഓഡിയോയുടെ എന്തെങ്കിലും ഒരു വോയിസിൻ്റെ ലാസ്റ്റ് എൻഡ് കുറച്ച് സ്ലോയിൽ കൊണ്ടുവരാനുള്ള കാര്യമാണ് ഫേഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ ഇത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലായി. വെറുതെ സമയം കളയാതിരിക്കാനും വേണ്ടി ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് പ്രയോജനമുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഒപ്പാസിറ്റി എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ഒരു ഷെയ്ഡ്, അതായത് ഇപ്പം ഈ ഒപ്പാസിറ്റിയിലേക്ക് നമ്മളൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വീഡിയോ ഇത് ഇങ്ങോട്ട് മൈനസ് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. കണ്ടോ, തൽക്കാലം നമുക്ക് 0-ൽ ഇട്ടിട്ട് ചെയ്യാം. അതിപ്പോൾ അല്ല, നിങ്ങൾ ഓരോരോ വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് ലൈറ്റ് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒപ്പാസിറ്റിയിൽ ഇങ്ങനെ കുറച്ചെടുക്കാം. കണ്ടോ, അത് ഇങ്ങോട്ട് നീക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ വരും. അപ്പോൾ തൽക്കാലം നമ്മൾ 100-ൽ ഇടുന്നു. വീണ്ടും അതിനുശേഷം സ്പീഡ് അടുത്ത കാണിച്ചേക്കുന്നത് കണ്ടോ, താഴെ സ്പീഡ്. പക്ഷേ എന്ത് ചെയ്താലും നിങ്ങൾ ഓർക്കേണ്ടതെന്ന് പറയുന്നത് ഇത് സെലക്റ്റഡ് ആക്കിയിട്ട് ശേഷം മാത്രമാണ് ഈ ഒരു കാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് പോകുന്ന സമയത്ത് സ്പീഡെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. സ്പീഡിലൊന്നിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു വീഡിയോയുടെ സ്പീഡും ഇതിനകത്ത് സ്പീഡൊന്ന് കൂട്ടി ഞാൻ കാണിച്ചു തരാം. 2-ലേക്ക് ഇടുന്നു. ഇത് 2-ലേക്ക് ഇട്ട് കഴിഞ്ഞൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ചേട്ടായി ഉണ്ടോ, പെട്ടെന്ന് പടപടേ പൊറോട്ട അടിക്കുന്നുണ്ട്. ഓക്കെ, അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ 0, അതായത് 1-ൽ ഒരു ഹാഫിലേക്ക് നീക്കിയിടാം. ഒരു 57 വരെ, ഒരു 57 50 വരെ ഇട്ടിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ സ്ലോയിലാണ് പൊറോട്ട അടിക്കുന്നത്. അപ്പോൾ എത്രയും പോർഷനാണ് നമുക്കിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചെറിയൊരു സെറ്റിംഗ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചേട്ടായി പൊറോട്ട അടിക്കുമ്പോൾ ഈ പൊറോട്ട അടിക്കുന്ന ഇവിടെ മുതൽ ഈ ഒരു പോർഷൻ മുതൽ നമുക്ക് സ്ലോ മോഷൻ മതി എന്നുണ്ടെങ്കിൽ അവിടെ വരെ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ നീക്കി നിർത്തിയതിന് ശേഷം ഇവിടെ സ്പ്ലിറ്റ് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ 2 ആയിട്ടുണ്ട്. അതായത് ഈ ഒരു വീഡിയോ വേറെ, ഈ ഒരു വീഡിയോ വേറെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇപ്പോൾ ആദ്യം ഇതൊന്ന് പ്ലേ ചെയ്യാം. നമുക്ക് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയോ, ആദ്യം അത് എല്ലാം ഒരേ സ്പീഡിൽ തന്നെ പോകും. ഇനി രണ്ടാമത്തെ പോർഷൻ മാത്രം നമുക്ക് സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ
മൊത്തം സ്ലോ മോഷൻ ആയി പോകാതെ ആദ്യത്തെ മാത്രം സ്പീഡായി. രണ്ടാമത്തെ പോർഷനിൽ നമുക്കൊരു ഇത്രയും ഭാഗം മതിയെങ്കിൽ അവിടെയും നമുക്കൊന്ന് കട്ട് ചെയ്തു. അതിനുശേഷം ഈ രണ്ടാമത്തെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, നേരെ സ്പീഡിലേക്ക് പോകണം. ഇവിടെ സ്പീഡിലേക്ക് പോകുന്നു. ഈ സ്പീഡിലേക്ക് പോയിട്ട് നമുക്ക് പുറകോട്ട് മാറ്റാം. ഏകദേശം ഒരു ഹാഫിൽ ഒരു സെൻറ്റർ ഭാഗത്തോട്ട് മാറ്റിയിട്ട് ശേഷം ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നോക്കി ആദ്യം സ്പീഡിലാവുന്നു. അവിടോട്ട് വരുമ്പോഴത്തേക്ക് ഇനി അത് പോരാ, നമുക്ക് കുറച്ചുകൂടെ സ്പീഡ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും അവിടെ തന്നെ നമുക്ക് പോയിട്ട് സ്പീഡ് എടുക്കാം. അവിടെ ഇച്ചിരി കൂടെ നമുക്ക് കുറയ്ക്കാം. കുറച്ചുകൂടെ കുറയ്ക്കുന്നു. ഒന്നുകൂടെ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് ഒന്ന് കാണും. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണം മാത്രം കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടേക്കുന്നത്. ഇനി നമുക്ക് പഴയ പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വേറെ എങ്ങും ടച്ച് ചെയ്യേണ്ട. നമ്മുടെ ഈ ഒരു 3 വീഡിയോ കാണിച്ചേക്കുന്നതിന് റൈറ്റ് എൻഡിൽ ആ ബ്ലാക്ക് ഏരിയയിലിട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇത് മൊത്തം പുറകോട്ട് പോകും. കണ്ടോ? എന്നിട്ട് നമുക്ക് വീഡിയോ വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. കണ്ടോ? ഇതിനകത്ത് കളർ ഫേഡുകളൊക്കെ ഉണ്ട്. കുറേ കളർ ഫേഡുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാടെടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് തികച്ചും ഫ്രീ ആണ്. ഇതിപ്പോൾ ഓരോന്ന് ഞാൻ പറഞ്ഞ് ഒരുപാട് സമയം കളയുന്നില്ല. ഇപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്പീഡിൻ്റെ അവിടെ പോയിട്ടുണ്ട്. തൊട്ടിങ്ങനെ ഇവിടെ കാണിച്ചിട്ടുണ്ട് എഫക്റ്റ് എന്ന് പറയും. ഈ എഫക്റ്റിലേക്ക് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുറേ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. കണ്ടോ? ഗ്രോ കാണിക്കുന്നുണ്ട്. അങ്ങനെ പല കളറിൽ പെട്ട ഒരു വീഡിയോ ഇങ്ങനെ അനങ്ങുന്നുണ്ടോ? ഉദാഹരണം പറഞ്ഞാൽ 1, 2, മൂന്നാമത് കാണിക്കുന്ന ഇമ്പാക്ട് ഷേക്ക് എന്ന് പറഞ്ഞാൽ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് കറക്കുന്നുണ്ടോ? ആ വീഡിയോ ഇങ്ങനെ കറക്കി. ഇനി അതല്ല നമുക്ക് നോർമൽ ഈ രീതിയിലേക്ക് വേണം അങ്ങനെ മാറ്റാം. അങ്ങനെ കുറേ രീതിയിലേക്ക് വലിയ കളർ ഫേഡ് ഉണ്ട്. ഇവിടെ സോഫ്റ്റ് ലിക്ക് എന്ന് പറഞ്ഞ് കാണിച്ചത് അങ്ങനെ മാറ്റിയെടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻ. ഇനി ഒരു ബ്ലർ മോഡൽ നമ്മുടെ വീഡിയോ എന്തെങ്കിലും ഒരു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നു, ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് ബ്ലറായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഭാഗം കട്ട് ചെയ്ത് നിർത്തിയിട്ട് നിങ്ങൾക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ ബ്ലറാക്കാം. കണ്ടോ? അപ്പോൾ വളരെ പ്രയോജനം ചെയ്യുന്ന നല്ല അടിപൊളി ഒരു ആപ്പാണ്. ഞാൻ നേരത്തെ അഡോബ് പ്രീമിയർ യൂസ് ചെയ്തിട്ടുള്ള ആളാണ് കമ്പ്യൂട്ടർ വഴി. അതുകൊണ്ട് എനിക്ക് ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. വളരെ നല്ല സൂപ്പർ സാധനമാണ്. നമ്മൾ എടുക്കുന്ന ഏത് വീഡിയോ ആയാലും അതേ ക്വാളിറ്റി തന്നെ നമുക്കതിൻ്റെ ഒരു ക്വാളിറ്റി അവർ തിരിച്ചു തരും. ഇനി ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞു. ഇനിയിപ്പം ഈ കാണിച്ചേക്കുന്ന വീഡിയോയുടെ ഓഡിയോ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് താഴെ കാണിക്കുന്നുണ്ടാവും, ഇവിടെ തന്നെ കാണിക്കുന്നുണ്ടാവും വോളിയം. ഇവിടെ വോളിയം ഉണ്ട്. ഈ വോളിയം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ ഫുൾ അങ്ങ് കുറയ്ക്കാം. ഫുള്ള് കുറച്ച് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് സൗണ്ട് വരത്തില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇതിനകത്ത് എന്താ പറയുക, ഇനി അടുത്ത വീഡിയോ ഒന്നും കൂടെ ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും എങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് വീഡിയോ ആൻഡ് ഇമേജ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം കാണിച്ചിട്ടുണ്ട് ഫോട്ടോ ലൈബ്രറി. അപ്പോൾ ഫോട്ടോ ലൈബ്രറിയിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഗ്യാലറിയിലേക്കാണ് പോകുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഫോട്ടോകൾ ആഡ് ചെയ്യാം. അങ്ങനെ പിന്നെ മ്യൂസിക് ആഡ് ചെയ്യാം. ടൈറ്റിൽ ഇനി എഴുതണമെന്നുണ്ടെങ്കിൽ ഇവിടോട്ട് എഴുതി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എന്തോലും എഴുതുന്നു. ഇപ്പോൾ എൻ്റെ പേര് തന്നെ എഴുതുന്നു, പ്രകാശ് പന്തളം. എൻ്റെ പേര് എഴുതുന്നു. അതിനുശേഷം വല സൈഡിൽ ടിക്കുണ്ട്. ടിക്ക് തന്നെ മുകളിൽ കാണിച്ചിരിക്കുന്നുണ്ട്. ടിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് ഓൾറെഡി വന്നിട്ടുണ്ട്. കണ്ടോ? അതിന് ഏത് പോർഷനിലേക്കാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങോട്ടും ഇങ്ങോട്ട് നീക്കാം. കണ്ടോ? യഥേഷ്ടം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കി മാറ്റാം. കണ്ടോ? എവിടെ മുതൽ വേണം. ഇനി ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് കൊടുക്കാം. അത്രയും കൊടുത്തിടാം, എത്രയും കൊടുത്തിടാം. അതിനുശേഷം നമ്മൾ വീണ്ടും ഒന്ന് പ്ലേ കൊടുത്താൽ ആ പേര് അവിടെ അങ്ങനെ കണ്ടോ? അപ്പോൾ ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യണ്ടേ? അതിനുവേണ്ടി ഏറ്റവും മുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇവിടെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. മുകളിൽ ഏറ്റവും വലത്തെ അറ്റം ഒരു ആരോ, അവിടെ ഒന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഓൾറെഡി അതിനകത്ത് കാണിക്കുന്നുണ്ടാവും, മെൻഷൻ ആവുന്നുണ്ടാവും. ആദ്യത്തെ റെസൊല്യൂഷൻ കാണിക്കുന്നത് 720 1080 4K. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഐഫോണിൽ എടുത്തിരിക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ അല്ല വീഡിയോ എടുത്തിരിക്കുന്ന 4Kയിലാണ്. അതുകൊണ്ട് ഓൾറെഡി അതിനകത്ത് 4K തന്നെ അതേ ക്ലാരിറ്റി തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഫ്രെയിം റേറ്റ് കാണിക്കുന്നുണ്ട് 60. പിന്നെ അതുപോലെ ക്വാളിറ്റി ലോ ആണോ മീഡിയം ആണോ ഹൈ. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇത് ഞാനൊന്നും ചെയ്തിട്ടില്ല. മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. നിങ്ങൾക്കൊരു പക്ഷേ ഈ ഒരിൻ്റെ റെസൊല്യൂഷനൊക്കെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1080 ആക്കാം, 720 ആക്കാം. അങ്ങനെ എന്താണെന്ന് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഹൈ ക്വാളിറ്റി തന്നെ നമ്മളിപ്പോൾ എടുക്കുകയാണെന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇതേ തന്നെ കാണിക്കും. പിന്നെ ഫോർമാറ്റ് കാണിക്കുന്നു പറഞ്ഞത് HDR കാണിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ സൈസ് വരെ നമുക്ക് താഴെ കാണിക്കുന്നുണ്ടാവും. 165.4 MB ആണ് കാണിക്കുന്നത്. അതിനുശേഷം ഏറ്റവും താഴെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞതിലൊന്ന് ടച്ച് ചെയ്യുക. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടായിരിക്കും.
അപ്പോൾ ഇച്ചിരി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെ പെർസെൻറ്റേജ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്, കണ്ടോ 22 23 പറഞ്ഞുകൊണ്ട് 100 ആകുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാലറിയിലേക്ക് തന്നെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഗാലറിയിലേക്ക് ചെന്നിട്ട് നമ്മൾ ഗാലറി ഓപ്പൺ ചെയ്യുമ്പോഴേ ഏറ്റവും താഴെ കിടക്കുന്നുണ്ട് 16 സെക്കൻഡ്. പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്. ആ സ്ലോ മോഷനൊക്കെ അതേ എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു വർക്കെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് എന്താ പറയുന്ന ഒരു വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൾ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്ന കാര്യവും എന്താ പറയുക, പ്രധാനപ്പെട്ട നിങ്ങളുടെ കമൻസുകളൊക്കെ രേഖപ്പെടുത്തുന്ന കാര്യവും താഴെ മറക്കാതിരിക്കുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.